നമസ്കാരം. നിങ്ങളുടെ വീട്ടില് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? നിങ്ങൾക്ക് മകളില്ലേ? അവരൊക്കെ ഇതുപോലൊരു അവസ്ഥയിൽ പീഡിപ്പിക്കപ്പെടുകയോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ നിലപാട് തന്നെ എടുക്കുവോ എന്നാണ് പലരും ചോദിക്കുന്നത്, കമന്റിലൂടെ ചോദിക്കുന്നത്. കാര്യം എന്തെന്നറിയോ? ദിലീപിന്റെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കാത്തത് കൊണ്ടാണ്. ദിലീപിന്റെ കാര്യത്തിൽ തുടക്കം മുതലേ എന്റെ സ്റ്റാൻഡ് ദിലീപ് ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അതിന് ചില കാരണങ്ങളുണ്ട്, ഞാൻ വീഡിയോയിൽ പറയാം. അതിനു മുമ്പ് ആദ്യം ചോദിച്ച സംശയത്തിനൊന്ന് മറുപടി പറയട്ടെ. ഇതെല്ലാവരും പറയുന്നൊരു വർത്താനാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോളോ നിങ്ങളുടെ പെങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാതിരി പ്രതികരിക്കൂ, ഈ ക്രൂരന്മാരായ ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്. ഇങ്ങനെ എന്നോട് ചോദിക്കുന്ന വ്യക്തികൾ ആരായാലും അവർ ഒരു വ്യാജ പോക്സോ കേസിലോ ഒരു വ്യാജ പീഡന കേസിലോ പ്രതിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ നിരപരാധിത്വം ആരെങ്കിലും വിളിച്ചു പറയുന്നതിന് നിങ്ങൾ തടയിടുമോ എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. ഇത് മറിച്ചും കൂടെ ചിന്തിക്കാമല്ലോ. ആ കേസ് ഒരു വ്യാജ കേസല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? മാധ്യമങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് കൊണ്ടോ വലിയ കഥകൾ മെനയുന്നത് കൊണ്ടോ അത് സത്യമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിന്റെ കേസ് എന്താ സംഭവിച്ചത്? ഭയങ്കര സംഭവമായിരുന്നല്ലോ. കരുണാകരന് എതിരെ മറ്റേ അന്നത്തെ കേസ് അറിയാലോ, ചാരക്കേസ്, ISRO ചാരക്കേസൊക്കെ എന്തായിരുന്നു? മറിയ റഷീദൊക്കെ എന്തായിരുന്നു? വല്ല മറന്നുപോയി നിങ്ങളതൊക്കെ? ഇതിൽ വല്ല വാസ്തവം ഉണ്ടായിരുന്നു? ഒരു വാസ്തവം ഇല്ലായിരുന്നല്ലോ. ഇന്ന് അത്തരത്തിൽ എന്താ പറയാ, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ആരോപണങ്ങൾ ഉന്നയിച്ചവർ 4-5 പേജ് അധികം എഴുതി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇന്ന് എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുകയാണ്. അതിന്റെ ശിക്ഷ പലിശ സഹിതം വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വ്യാജ പരാതികൾ കൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പെണ്ണ് കേസിലും പീഡന കേസിലും ആൾക്കാർ കുരുങ്ങി നടക്കുന്നത് എന്ന് ഈ പറയുന്ന മാന്യ പ്രേക്ഷകർ, ഇത്തരത്തിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം. നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥ നിങ്ങൾക്ക് വരണം, അപ്പോഴേ മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കാര്യം നമ്മളൊക്കെ അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതാണ്. അതിന്റെ മാധുര്യം എത്ര ഉണ്ടെന്ന് നുണഞ്ഞിട്ടുള്ളവരാണ്. ഏതായാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, അതായത് ദിലീപ് ഈ കാര്യത്തിൽ നിരപരാധിയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നതിന് കാരണമുണ്ട്. ചെയ്യാത്ത തെറ്റിന്റെ വേദന എന്താണ് എന്ന് അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. ഒരുപാട് തവണ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിൽക്കാലത്താണ് പിന്നീട് ആൾക്കാർക്ക് മനസ്സിലാകുന്നത് അത് അയാളത് ചെയ്തിട്ടില്ല, അയാൾ നിരപരാധി ആയിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്കും നമ്മളെ മീഡിയകൾ ലോകത്തെ അറിയിച്ചിട്ടുണ്ടാവും ഇവൻ മോശക്കാരനാണ് എന്ന്. അതാണ് നമ്മുടെ ലോകം. ദിലീപ് നിരപരാധിയാണ് എന്ന് കാണുന്നതിന് ചില കാരണങ്ങളുണ്ട്. എന്റെ ഭാഗത്തുള്ള ന്യായമാണ്. ഒന്ന്, ഇതിന്റെ തുടക്കം പറഞ്ഞിരുന്നത് ദിലീപിനോട് വൈരാഗ്യം തോന്നിയത്, നടിയോട് വൈരാഗ്യം തോന്നിയത് കാവ്യമാധവനുമായിട്ടുള്ള ചുറ്റിക്കളി മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ആ വാദം തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞതാണ്. കാരണം ഇതൊക്കെ പുറത്തു വരുന്ന സമയത്ത് കാവ്യമാധവനെ വിവാഹം കഴിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ മഞ്ജുവുമായിട്ടുള്ള ബന്ധം വേർപെട്ട് കഴിഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പകരം വീട്ടി ഉള്ള ജീവിതം കൂടെ കൊളമാക്കി. അത് മാത്രമല്ല, പിന്നീട് എങ്ങനെയായാലും അത് പുറത്തറിയും, അന്വേഷണത്തിൽ തെളിയും. അന്ന് ഒരു വലിയ പീക്ക് കരിയർ, ഭയങ്കര ഒരു കരിയറിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഓർമ്മ വേണം. അപ്പൊ ആ സമയത്ത് അതൊന്നും ഇല്ലാതാക്കി കണ്ടങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ദിലീപ് കൂട്ടുനിൽക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് ചെയ്യുമെന്ന് കരുതാനുള്ള മണ്ടനൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ ദിലീപ് എന്റെ ആദ്യ കാരണം കൊണ്ട് തന്നെ ഈ കേസിൽ ഇടപെട്ടിട്ടില്ല, നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രീലക്ഷ്മി എന്ന പേരുള്ള ഒരു യുവതി ഇതിനകത്ത് ഇടപെട്ടതായിട്ട് പറയുന്നുണ്ട്. വാർത്തകൾ പലതവണ വന്നിട്ടുണ്ട്. ഈ ശ്രീലക്ഷ്മി അന്നേ ദിവസം പലതവണ കോളുകൾ ചെയ്തിരുന്നുവെന്നും നടി ആക്രമിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പും പൾസർ സുനിയുടെ ഫോണിലേക്ക് കോളുകൾ വന്നിരുന്നു എന്നും പറയുന്നുണ്ട്. കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ കുറിച്ച് അന്വേഷിക്കാത്തത്, അവരുടെ ഇടപാടുകൾ എന്താ അന്വേഷിക്കാത്തത്? കാരണം പ്രതിയുമായിട്ട് അന്നേ ദിവസം നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, ഹിസ്റ്ററിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് അന്വേഷിക്കേണ്ടതല്ലേ, അവരുടെ പങ്ക് അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. പൾസർ സുനി നേരെ ദിലീപിന്റെ പേര്, അത് പറഞ്ഞത് എപ്പോഴാ? കുറെ മാസങ്ങൾക്ക് ശേഷമാണ്. ആദ്യം പറഞ്ഞിരുന്നത് ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ തന്നത് എന്നാണെന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനി പറയുന്നത് ദിലീപാണ് ഇതിന്റെ പിന്നിൽ, ദിലീപ് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് എന്ന്. അറിയാമല്ലോ. തുടർന്ന് വന്ന കത്തൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോ അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആ വനിതയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷനായി എനിക്ക് തോന്നി. മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ആദ്യം നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സ്ത്രീ തന്ന കൊട്ടേഷനാണ്. ഈ സ്ത്രീ തന്ന കൊട്ടേഷനാണ് എന്ന് പറഞ്ഞത് പോലീസ് അന്വേഷിക്കാത്തത് തന്നെ ഒരു കാരണമാണ്. ആ ഒരു മേഖലയിലേക്ക് പോയിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ ദിലീപ് എങ്ങനെ വന്നു എന്നത് അന്വേഷിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. വെറുതെ ആരും കൊട്ടേഷൻ എടുക്കില്ല. മാത്രമല്ല, ഇത്രയും പ്രഗത്ഭയായ പ്രശസ്തയായിട്ടുള്ള നടിയെ ഈ രീതിയിൽ ബ്രൂട്ടലായി അതിനെ പീഡിപ്പിക്കാൻ വേണ്ടി
എന്തെങ്കിലും ഒരു ചെറിയ നക്കാപ്പിച്ച കൊണ്ട് ആരെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുക്കുമെന്ന് കരുതണ്ട. അതിന് കോടികൾ തന്നെ വാങ്ങിയെന്ന് വരാം. അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ ദിലീപുമായി ബന്ധപ്പെട്ടോ ദിലീപിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ഈ പറയുന്ന പൾസർ സുനിയുമായി ബന്ധപ്പെട്ടോ പൾസർ സുനിയുടെ ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ദിലീപ് നടത്തിയതായി കാണാൻ കഴിയുന്നില്ല. അത്തരത്തിൽ എവിടെയും ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറുതെ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഇത്തരത്തിൽ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണോ, ജീവിതം നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരാളാണോ പൾസർ സുനി എന്ന് പറയുന്നത്? അപ്പൊ അവിടെയും ചില സംശയങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് ദിലീപിന് പ്രത്യക്ഷത്തിൽ ഇതിൽ പങ്കേ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. തുടക്കം മുതൽ തോന്നിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ദിലീപ് കേസിൽ ഞാൻ സംസാരിക്കാതിരുന്നത്. ദിലീപ് നിരപരാധിയാണ് എന്ന വാദമായിരുന്നു എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുതലെടുക്കാം എന്ന് കുറച്ചുപേർ കരുതി. പിന്നെ അത്തരം സെലിബ്രിറ്റികളെ കുറിച്ച് വാർത്തകൾ ചെയ്തുകൊണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയുന്നില്ലേ, രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അദ്ദേഹത്തെ മോശമാക്കിയും ധാരാളം പേര് യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അവർ വല്ലതും എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തി കൃത്യമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇന്ന വ്യക്തിയുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു, അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടല്ലേ അദ്ദേഹം കോടതിയിൽ നിൽക്കണേ. സത്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വക്കീൽ ചോദിച്ചു, നീ എന്തിനാ അത് അഡ്മിറ്റ് ചെയ്യാൻ പോയതെന്ന്. അതാണ് സത്യം, അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകാം എന്ന് നമുക്ക് പ്രയാസമില്ല, ഞാൻ ഈ കാര്യത്തിൽ ഞാൻ സത്യമേ പറയുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. അപ്പൊ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരാൾ സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ അതേ സത്യം കോടതി കണ്ടെത്തി വിളിച്ചു പറഞ്ഞാൽ അതും പ്രയാസമാണ്. ദിലീപ് ഈ കേസിൽ നിരപരാധിയാണ്, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോ അങ്ങനെ ദിലീപിനെ വെറുതെ വിട്ട ജഡ്ജിനെ എന്താ പറയാ വലിയ സൈബർ അറ്റാക്ക് അവരുടെ നേരെ തിരിയുന്നത് കണ്ട്, അവരെ പൂർവ്വകാല ചരിത്രം അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഗത്യന്തരമില്ലാതെ അവർക്ക് പറയേണ്ടി വന്നു, നിങ്ങൾ എന്റെ ചരിത്രം തെരഞ്ഞോളൂ, പക്ഷേ കോടതി നടപടികളുമായി ബന്ധപ്പെട്ടിട്ട് വല്ലാണ്ട് വിളയാൻ നിൽക്കണ്ട എന്നുള്ളത്. ദിലീപിന്റെ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള അവരുടെ കരിയർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 100% ക്ലീൻ ഇമേജ് ആണ് അവർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അപ്പുറത്തെ ഒരു സ്ത്രീയാണ് പ്രതി, ദിലീപാണ് എന്നതുകൊണ്ട് അവിടെ ന്യായയുക്തമായ ഒരു വിധി എല്ലാ ഭാഗവും അന്വേഷിച്ചുകൊണ്ട് എല്ലാ ഭാഗവും പരിഗണിച്ചുകൊണ്ട് വിധിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരു പക്ഷേ പലർക്കും അങ്ങോട്ട് പറ്റൂല. അതാണ് എന്റെ വസ്തുത. ഏതായാലും ഈ കേസിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് നിരപരാധിയാണ് ദിലീപ് എന്നതിലേക്കാണ്. പൾസർ സുനിക്ക് ലഭിക്കാനുണ്ട് ഇടയുള്ള സാമ്പത്തികം അതൊക്കെ തന്നെയാണ് ഉദാഹരണം. സുനിക്ക് 10,000 രൂപ അയച്ചു എന്ന് പറഞ്ഞ് കണ്ടെത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ ദിലീപ് കൊടുത്തിട്ടുണ്ടോ? കാരണം സെറ്റുകളിൽ നിന്ന് സെറ്റിലേക്ക് അറിയാമല്ലോ ഡ്രൈവർ പണി എന്ന് പറഞ്ഞ എന്താണെന്നുള്ളത്. ഡ്രൈവർ പണി സിനിമാ സെറ്റുകളിൽ ഡ്രൈവർ പണിക്ക് കുറച്ച് മാമാപ്പണി എന്ന വേറൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് ചില സിനിമയിലെ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രൈവർമാരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുന്നത്. അത്രേ ഉറപ്പൊന്നുമില്ല കേട്ടോ, അത്രേ. അപ്പോ അത്തരം കാര്യങ്ങളിൽ ഇവരാണ് എന്നതുകൊണ്ട് ഇവരെല്ലാവരും പരസ്പര ബന്ധമുണ്ടാവും. അത്ര 100% പുണ്യാളച്ചന്മാരുള്ള ഒരു ഏരിയ ഒന്നും അല്ലല്ലോ സിനിമാ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് വല്ല അത്യാവശ്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ദിലീപ് ചിലപ്പോൾ 10,000 രൂപ പൾസർ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികം. പക്ഷെ അതിന്റെ പേരിൽ ഒരു വലിയൊരു കൊട്ടേഷനൊക്കെ എടുത്ത് തല്ലിലിക്കുക എന്ന് പറയുന്നത് സിനിമയിൽ ദിലീപ് പറഞ്ഞതുപോലെ എടുത്ത് ഒരു ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് തലയിൽ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്രൂരമാണ്. ഏതായാലും ദിലീപ് ഈ കാര്യത്തിൽ നിരപരാധിയാണ്. ഈ നടിയെ ആക്രമിച്ച കേസിൽ നിരപരാധിയാണെന്നാണ് ഞാൻ അന്നും വിശ്വസിക്കുന്നത്, ഇന്നും വിശ്വസിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.